വടക്കുന്നാഥന്റെ മണ്ണിൽ പൂരാവേശത്തിന്റെ മണിക്കൂറുകൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കണിമംഗലം ശാസ്താവിന്റെ പൂരം വടക്കുന്നാഥനിലേക്ക് എത്തിക്കഴിഞ്ഞു. മറ്റ് ഘടകപൂരങ്ങളുടെ വരവോടെ നഗരം പൂരാവേശത്തിലേക്ക് തന്നെ കടക്കുകയാണ്. തിരുവമ്പാടിയുടെ മഠത്തിൽ വരവിന് രാവിലെ 10:30 തുടക്കമാകുന്നത്. ഉച്ചയ്ക്ക് 12 പാറമേക്കാവിന്റെ പൂരം പുറപ്പാട്. ഉച്ചയ്ക്ക് 2 ഇലഞ്ഞിത്തറ മേളവും വൈകിട്ട് 5 മണിക്ക് ചരിത്രപ്രസിദ്ധമായ കുടമാറ്റവും നടക്കും. തൃശൂരിൽ ആവേശം കൊട്ടിക്കയറുമ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്ന് ചേരുന്നുണ്ട്. MG മിഥുനും എൽദോ പോൾ പുതുശ്ശേരിയുമാണ് ചേരുന്നത്. എൽദോ, നിലയ്ക്കാത്ത ശബ്ദനാദ വിസ്മയം ആണ് തൃശൂർ പൂരത്തിന്റെ പ്രത്യേകത. 36 മണിക്കൂർ തുടർച്ചയായ ഒരു ഉത്സവ പറമ്പ് ആളൊഴിയാതെ അണമുറിയാത്ത പ്രവാഹത്തിന് സാക്ഷിയാകുന്നു എന്നതാണ് ശക്തന്റെ തട്ടകത്തിന്റെ പ്രത്യേകത. അവിടെ ഇപ്പോൾ ആവേശം എത്രത്തോളമാണ് കൊട്ടിക്കയറിക്കൊണ്ടിരിക്കുന്നത്?
അഭിലാഷ്, ഈ പൂരപ്രേമികൾ കാത്തിരുന്ന ദിനങ്ങളാണ് ഇത്. പൂരപ്രേമികൾക്ക് എത്രമാത്രം കാഴ്ചയുടെ, വർണ്ണത്തിന്റെ, ദൃശ്യത്തിന്റെ വിസ്മയമൊരുക്കുന്ന പൂരദിനങ്ങൾ അത് ഇങ്ങെത്തി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള സംഭവം. രാവിലെ കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുര നട തുറന്ന് ആ വാതിൽ വഴി അകത്തേക്ക് കയറിയതുകൂടി ഔദ്യോഗികമായ പൂരത്തിന് തുടക്കമായി എന്ന് പറയാം. കാരണം കണിമംഗലം ശാസ്താവിനാണ് ഏറ്റവും അവിടെ ആ തെക്കേ ഗോപുര നട വഴി കയറാനുള്ള ഏക അനുവാദമുള്ള ഘടകപൂരം. കണിമംഗലം ശാസ്താവ് രാവിലെ ഏതാണ്ട് 7 മണിയോട് കൂടിയാണ് തെക്കേ ഗോപുര വാതിൽ വഴി വടക്കുന്നാഥ സന്നിധിയിലെത്തിയത്. പിന്നീട് ഓരോരോ ഘടകപൂരങ്ങൾ എത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൊട്ടു മുമ്പ് കാരമുക്ക് ഭഗവതി, ചൂരക്കോട്ടുകാവ് ഭഗവതി എത്തിച്ചേർന്നു. നീതലക്കാവ് ഭഗവതി അത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ തിടം പേറി എത്തുന്ന നെയ്തലക്കാവ് ഭഗവതി എത്തും. ലാലൂർ ഭഗവതി, പനക്കേമ്പള്ളി ശാസ്താവ്, അയ്യന്തോൾ കാർത്തിയായനി ഭഗവതി, ചെമ്പൂക്കാവ് ഭഗവതി, ഇങ്ങനെ 8 ക്ഷേത്രങ്ങളിലെ ദേവതമാരാണ് ചെറുപൂരം അവതരിപ്പിക്കുന്നത്. ആ പൂരത്തിന്റെ കാഴ്ചകൾ, ആ പൂരത്തിന്റെ വിസ്മയം, വർണ്ണം, ആഘോഷം, അത് ഓരോ പൂരപ്രേമിക്കും എത്ര പറഞ്ഞാലും എത്ര വിവരിച്ചാലും ആസ്വദിക്കാൻ നേരിട്ടെത്തുക അത് മാത്രമാണ് അതിന്റെ ഏക പ്രതിവിധി. നേരിട്ട് കാണണം പൂരം. പൂരം ഒരിക്കൽ പോലും നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നതല്ല, നേരിട്ട് അനുഭവിക്കുന്നതാണ്. പൂരം അനുഭവിച്ചറിയേണ്ടതാണ് എന്ന് പറയും ഇവിടത്തുകാർ. തൃശ്ശൂരുകാർക്ക് പൂരം എന്നാൽ അത് ഒരു വികാരമാണ് എന്ന് അറിയാമല്ലോ. അതിനേക്കാൾ ഉപരിയായി പൂരം അത് നേരിട്ട് കൊണ്ടാടുക തന്നെ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പൂരപ്രേമികൾ കാത്തിരുന്ന ദിനമാണ് ഇത്. ഇനിയും ഏതാണ്ട് 30 മണിക്കൂർ ഇനിയും കിടക്കുന്നു. 30 മണിക്കൂർ നീളുന്ന ആ പൂരാവേശം കഴിഞ്ഞ് അതിനുശേഷം അതിൽ പിറ്റേന്ന് പൂരക്കഞ്ഞിയും കുടിച്ച് പിരിയുക എന്നുള്ളതാണ് ഈ പൂരപ്രേമികളുടെ ഒരു ആചാരം. അപ്പോൾ പൂരപ്രേമികൾ തൃശ്ശൂരുകാരെ സംബന്ധിച്ച് അവർ ഇന്നത്തെ ദിവസം കൂടുതലും മറ്റ് ഇടങ്ങളിൽ നിന്നും മറ്റ് ദേശങ്ങളിൽ നിന്നെത്തിയ ആളുകൾക്ക് നൽകുന്ന ദിനമാണ് എന്ന് പറയും. അവരുടെ പൂരം ശരിക്കും നാളെയാണ്, പകൽപൂരമാണ്. പകൽപൂരത്തിനാണ് തൃശ്ശൂരുകാർ ഒന്നായി എത്തുക. ഇത് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലെത്തിയവർ, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലെത്തിയവർ, വിദേശത്ത് നിന്നെത്തിയവരൊക്കെയാണ് ഈ ഇന്നത്തെ പൂരത്തിന്റെ പ്രധാന പൂര ദിവസത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വാദകരായി പൂരപ്രേമികളായി എത്തുന്നത്. എന്താണെങ്കിലും ഈ ഗജവീരന്മാർ അണിനിരക്കുന്ന ഈ വർണ്ണ വിസ്മയ കാഴ്ച അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അത് ഇനി നിലയ്ക്കാത്ത മേളങ്ങളുടെ മണിക്കൂറുകളാണ് തൃശ്ശൂരിന്. അത് ഇനി ഈ രാത്രി അത് ഉറക്കമില്ല, ഈ രാത്രി അത് പുലർന്നാലും ഉറക്കമില്ല. നാളെ പകൽപൂരം കഴിഞ്ഞ് അതിനുശേഷം ഉപചാരം ചൊല്ലി പിരിയുന്നതുവരെ വെടിക്കെട്ട് പുലർച്ചെ 3 മണിക്കൂർ, അതും കഴിഞ്ഞ് ഉപചാരം ചൊല്ലി 12 മണിക്ക് ശേഷം ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെ ആണ് ഈ പറയുന്ന കാര്യങ്ങളുള്ളത്. എന്നാണെങ്കിലും പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ട് അത് 3 മണിക്കാണ്. 1 മണിക്കൂർ കഴിഞ്ഞ് വരുന്ന ചെമ്പടമേളം, ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, പാറമേക്കാവ്, തിരുവമ്പാടി ഭഗവതിമാരുടെ പരസ്പര കൂടിക്കാഴ്ച, കുടമാറ്റം, സന്ധ്യാസമയത്ത് ചെറിയ വെടിക്കെട്ട്, അങ്ങനെ ഒരുപാട് ചടങ്ങുകൾ ഈ പൂരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. തിരുവമ്പാടിയും പാറമേക്കാവുമാണ് പ്രധാനമെങ്കിലും 8 ചെറു പൂരങ്ങൾ കൂടി ചേരുന്നതാണല്ലോ ഈ പൂരത്തെ ഇത്രമാത്രം വിസ്മയിപ്പിക്കുന്ന പൂരങ്ങളുടെ പൂരമാക്കുന്നത്. അങ്ങനെ ഈ കൊടും ചൂട് അതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ വെന്തുരുകുന്ന അല്ലെങ്കിൽ വിയർത്തൊലിക്കുന്ന ചൂടാണ്. പക്ഷെ അവിടെ ഈ താളത്തിലും ഈ വിസ്മയത്തിലും അവർ ചേരുമ്പോൾ ഒരു തരത്തിലും അവർക്ക് ചൂട് ബാധിക്കുന്നില്ല. നാളെ ഉച്ചയ്ക്ക് 1:30 പകൽ വെടിക്കെട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് പ്രധാന വെടിക്കെട്ട്. നാളെ ഉച്ചയ്ക്ക് 1:30 പകൽ വെടിക്കെട്ടുമുണ്ട്. അങ്ങനെ ഇന്ന് വൈകിട്ട് ചെറിയ സന്ധിക്കും ഒരു ചെറിയൊരു വെടിക്കെട്ട് ഉണ്ട്. അപ്പോൾ നിരവധിയായിട്ടുള്ള ചടങ്ങുകൾ കാത്തിരിക്കുന്നു പൂരത്തിന്. പുലർച്ചെ 3 മണിക്കുള്ള വെടിക്കെട്ടും ഈ പറയുന്ന പോലെ കുടമാറ്റമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ ഈ കുടമാറ്റത്തിലെ സസ്പെൻസുകൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതായിരിക്കും ഏവരും കാത്തിരിക്കുക. അത് പാറമേക്കാവും തിരുവമ്പാടിയും എന്തൊക്കെ സസ്പെൻസ് കരുതി വെച്ചിരിക്കുന്നു, ഈ സമയത്തിന് വെച്ചിരിക്കുന്ന കാര്യങ്ങൾക്കും അപ്പുറം എന്തൊക്കെ മറവിലുണ്ട്, എന്തൊക്കെ ഒളിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് കരുതലോടെ ആകാംക്ഷയോടെ പൂരപ്രേമികൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് പൂരം പുറപ്പാട്. അതിനുശേഷം 2 മണിക്ക് ഇലഞ്ഞിത്തറ മേളം നടക്കും. വൈകിട്ട് 5 മണിക്ക് തെക്കോട്ടിറക്കവും അതിനുശേഷം കുടമാറ്റവും നടക്കും. രാത്രി 10 മണി 10 മണിയാണ് എഴുന്നള്ളിപ്പ്. അതിനുശേഷമുണ്ട് പഞ്ചവാദ്യം. പുറത്തെ 3 മണിക്ക് വെടിക്കെട്ടും. അങ്ങനെ പൂരത്തിന്റെ ചടങ്ങുകൾ, പൂരത്തിന്റെ കാര്യങ്ങൾ തുടർന്നിരിക്കുകയാണ്. അഭിലാഷ്, ഇപ്പോൾ ഘടകപൂരങ്ങൾ ഒന്നൊന്നായി എത്തിക്കൊണ്ടിരിക്കുന്നു. വിവിധ ദേശങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ ഗജവീരന്മാരെ അണിനിരത്തി അതിൽ തിടംപേറി വന്ന വടക്കുംനാഥനെ ദർശിച്ച് വടക്കുംനാഥനെ വണങ്ങി ആ പൂര സന്നിധിയിൽ ഒന്നൊന്നായി ഒത്തുചേർന്ന് വന്നു ചേർന്ന് പൂരങ്ങളുടെ മഹാപൂരമായി മാറിക്കൊണ്ടിരിക്കുന്നു.